നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സിറിയയിലെ സൈനിക താവളങ്ങൾ ആക്രമിച്ച ഇസ്രായേൽ 250 വ്യോമാക്രമണങ്ങൾ നടത്തിയതായാണ് റിപ്പോർട്ട്. അസദ് ഭരണകൂടത്തിന്റെ സൈനിക ശേഷിയും രാസായുധ ശേഖരവും നശിപ്പിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണങ്ങൾ. ബാഷർ അൽ അസദ് രാസായുധ ശേഖരം സൂക്ഷിച്ചിട്ടുണ്ട് എങ്കിലും എത്ര രാസായുധങ്ങൾ ഉണ്ടെന്നോ അത് എവിടെയൊക്കെയാണെന്നോ അറിയില്ല. 2014-നും 2018-നും ഇടയിൽ കുറഞ്ഞത് 106 തവണയെങ്കിലും സിറിയൻ ആഭ്യന്തര യുദ്ധത്തിൽ രാസായുധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് കണക്ക്. റഷ്യ ഇടപെടാതിരുന്നതാണ് ഇത്തവണ ഇസ്രയേലിന് സിറിയയിലെ ഭൂമി പിടിച്ചെടുക്കാൻ അവസരം ഒരുക്കിയത്. അസദിന്റെ ഭരണം അവസാനിച്ചതോടെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കരാർ ഇതോടെ അവസാനിച്ചുവെന്നും സിറിയൻ സൈനികർ തങ്ങളുടെ പ്രദേശങ്ങൾ ഉപേക്ഷിച്ചതായും അതിനാൽ ഇസ്രയേൽ ഏറ്റെടുക്കുകയാണ് എന്നുമാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചത്. 1973-ലെ യോം കിപ്പൂർ യുദ്ധത്തിനു ശേഷം സ്ഥാപിതമായ സൈനികവൽക്കരിക്കപ്പെട്ട ബഫർ സോൺ പിടിച്ചെടുത്ത് ഇസ്രയേൽ സൈന്യം സിറിയൻ പ്രദേശത്തേക്ക് കൂടുതൽ നീങ്ങി. ഡമാസ്കസ് ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പായ ഹയാത്ത് തഹ്രീർ അൽ-ഷാമിന്റെ നേതൃത്വത്തിലുള്ള സായുധ പ്രതിപക്ഷ സേനയുടെ സഖ്യം അസദ് ഭരണകൂടത്തെ വീഴ്ത്തിയതിനു ശേഷം ഇസ്രയേൽ സേന ബഫർ സോൺ പ്രദേശത്തേക്ക് നീങ്ങുകയായിരുന്നു. 1967-ലെ 6 ദിവസത്തെ യുദ്ധത്തിനു ശേഷം ഇസ്രയേൽ അനധികൃതമായി കൈവശപ്പെടുത്തിയ സിറിയയിലെ ഗോലാൻ കുന്നുകളോട് ചേർന്നാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ഹെലികോപ്റ്ററുകൾ, ജെറ്റ് വിമാനങ്ങൾ എന്നിവ തമ്പടിച്ചിരുന്ന 3 സൈനിക താവളങ്ങൾക്കു നേരെയാണ് ഇസ്രയേൽ ബോംബാക്രമണം നടത്തിയത്. വടക്കുകിഴക്കൻ സിറിയയിലെ ഖാമിഷ്ലി വിമാനത്താവളം, ഹോംസിന്റെ പ്രാന്തപ്രദേശത്തുള്ള ഷിൻഷാർ താവളം, തലസ്ഥാനമായ ഡമാസ്കസിന് തെക്കുപടിഞ്ഞാറുള്ള അക്രബ വിമാനത്താവളം എന്നിവയാണ് ആക്രമിക്കപ്പെട്ടത്. ഡമാസ്കസിലെ ഗവേഷണ കേന്ദ്രം എന്നിവയ്ക്ക് നേരെയും ആക്രമണമുണ്ടായി. ഇറാഖും ഖത്തറും ഇസ്രയേലിന്റെ നടപടികളെ അപലപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. സിറിയയ്ക്കെതിരായ ആക്രമണത്തെ അപലപിക്കാൻ ഇറാഖ് വിദേശകാര്യ മന്ത്രാലയം UN സുരക്ഷാ കൌൺസിലിനോട് ആവശ്യപ്പെട്ടു. UNലെ സിറിയയുടെ പ്രതിനിധി ഗുസെ അൽ-ദഹാക്ക് അന്താരാഷ്ട്ര സംഘടനയോട് സിറിയയ്ക്കെതിരെ ഇസ്രയേൽ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാനുള്ള നടപടികൾ എടുക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തലസ്ഥാനമായ ഡമാസ്കസ് ഉൾപ്പെടെയുള്ള 4 പ്രധാന നഗരങ്ങളിലായി 100ഓളം കേന്ദ്രങ്ങളിലാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത്. 2 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മധ്യ സിറിയയിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് IS കേന്ദ്രങ്ങൾ ശക്തമായ വ്യോമാക്രമണമാണ് US നടത്തിയത്. പ്രസിഡന്റ് ബാഷർ അൽ അസദിനെ വിമതർ അട്ടിമറിച്ച പശ്ചാത്തലത്തിലാണ് ഇരു രാജ്യങ്ങളുടെയും ആക്രമണം. ISന്റെ 75-ലേറെ താവളങ്ങൾ തകർത്തു എന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. രാജ്യത്തെ രാഷ്ട്രീയ അസ്ഥിരത IS മുതലെടുക്കാതിരിക്കാനാണ് ആക്രമണം നടത്തിയതെന്നാണ് പറയുന്നത്. B-52, F-15, A-10 ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം. ഡമാസ്കസിന് പുറമെ തുറമുഖ നഗരമായ ലതാക്കിയയും ദാരയും ഇസ്രായേൽ ആക്രമിച്ചിട്ടുണ്ട്. വിമാനത്താവളങ്ങൾക്ക് നേരെയും ഇസ്രായേലിന്റെ ആക്രമണമുണ്ടായി. വടക്കുകിഴക്കൻ സിറിയയിലെ ഖാമിഷ്ലി വിമാനത്താവളം, ഹോംസിന്റെ പ്രാന്തപ്രദേശത്തുള്ള ഷിൻഷാർ താവളം, തലസ്ഥാനമായ ഡമാസ്കസിന് തെക്കുപടിഞ്ഞാറുള്ള അക്രബ വിമാനത്താവളം എന്നിവയാണ് ആക്രമിച്ചത്. ആഭ്യന്തര യുദ്ധത്തിന്റെ കെടുതി അനുഭവിക്കുന്ന രാജ്യത്ത് സ്ഥിരത പുനഃസ്ഥാപിക്കാനുള്ള സാധ്യതകളെ തകർക്കുകയാണ് ഇസ്രയേൽ ചെയ്യുന്നതെന്ന് ആരോപിച്ച് സൗദി രംഗത്തു വന്നു. ഇറാഖും ഖത്തറും ഇസ്രയേലിന്റെ നടപടികളെ അപലപിച്ച് രംഗത്തെത്തി. സിറിയയ്ക്കെതിരെ ആക്രമണത്തെ അപലപിക്കാൻ ഇറാഖ് വിദേശകാര്യ മന്ത്രാലയം UN സുരക്ഷാ കൌൺസിലിനോട് ആവശ്യപ്പെട്ടു. UNലെ സിറിയയുടെ പ്രതിനിധി ഗുസെ അൽ-ദഹാക്ക് അന്താരാഷ്ട്ര സംഘടനയോട് സിറിയയ്ക്കെതിരായ ഇസ്രയേൽ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാനുള്ള നടപടികൾ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. മലയാളി വാർത്ത ഇൻസൈഡ്.